ഗൈസ്, അജയ് ചേട്ടൻ ബാത്റൂമിലാണ്. 1000 രൂപയ്ക്ക് ഷോപ്പിംഗ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം 1000 രൂപയിൽ ഇത് ഒതുങ്ങാൻ പോണില്ലാന്ന്. ജയ്പൂർ വന്നിട്ട് 1000 രൂപയ്ക്കാ. എന്തായാലും നമുക്ക് പോയി നോക്കാം. അജയ് ചേട്ടൻ എന്തായാലും സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1000 രൂപയ്ക്ക് ഷോപ്പിംഗ് ചെയ്യാന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാം. പക്ഷെ ഇത് എത്ര രൂപ കൂടുതലാവും 1000 നമുക്ക് നോക്കാം. എന്തായാലും ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്. നമ്മളിപ്പോ രാജസ്ഥാനിലെ ജയ്പൂരിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് 1000 രൂപയ്ക്ക് നമുക്ക് എന്തൊക്കെ സംഭവങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതെ, അപ്പോ അതെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി ഷോപ്പിങ്ങിനുള്ളത് ഹവാ മഹൽ ബസാറിലാണ് എത്തിയേക്കണേ. കുറെ സ്ട്രീറ്റ് ഷോപ്പിംഗ് പോലെ ഇങ്ങനെ ഉണ്ട് കേട്ടോ, ഷോപ്സ് ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പോയിട്ട് എന്തൊക്കെയാ ഉള്ളത് നോക്കാം. അപ്പൊ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അജയ് ചേട്ടാ, കുറെ ക്ലോത്തിങ്ങിന്റെ പിന്നെ കമ്മലുകളില്ലേ, മറ്റേ ഓക്സിഡൈസ് സിൽവർ ജ്വല്ലറി, അത് ജൂത്തീസ്, പിന്നെ കുറെ പ്രിന്റഡ് ഷർട്ട്സ്. ഇവിടുത്തെ പ്രിന്റ്സ് ഭയങ്കര ഫേമസ് ആ. കുറെ കോലാപൂരീസ്, ബോയ്സിന്റെ വരെ ഉണ്ട്. ലെതറിന്റെ മറ്റേ ഈ മുണ്ടൊക്കെ കൊടുക്കുമ്പോ പറ്റിയ ചെരുപ്പുകളില്ല കാണാ ചേട്ടാ. ഇവിടുത്തെ ടൈപ്പ് സാധനങ്ങൾ മറ്റേ ലോക്കൽ ലെതർ ആയിരിക്കാം, എനിക്ക് അറിയില്ല. പക്ഷെ എന്നാലും ഇങ്ങനത്തെ ചെരുപ്പുകളില്ലേ, ഈ ഒരു ഇന്ത്യൻ ടൈപ്പ് സാധനങ്ങള്, അതൊക്കെ ഇവിടെ ഭയങ്കര ഫേമസ് ആ. ഇതിന് എത്ര വില ചോദിച്ചു നോക്കിയപ്പോ കിतना है? എത്ര? 650. ഇതിന് 650. ഇത് പ്രായമായൊരു കിട. ഇതെന്താ, മയിലിന്റെ പീലിയാണോ? മയിലിന്റെ പീലി, മയിൽ പീലി, ആന. ഇത് 350, ഇത് 450. ഇത് നമ്മുടെ ഇങ്ങനത്തെ ജയ്പൂർ പ്രിൻസ് അല്ലേ, ഇതൊക്കെയാണ് ജയ്പൂർ പ്രിൻസ് വരുന്ന. ആനയുടെ ആ പ്രിൻസ് ഒക്കെ വരുന്നതാണ് ജയ്പൂർ പ്രിൻസ്. അപ്പൊ അത് ഭയങ്കര ഫേമസ് ഇവിടെ. അതിന്റെ കുറെ സ്കേർട്സ്, പിന്നെ കോട്ട് സെറ്റ്സ്, സൽവാർ സ്യൂട്ട്സ്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. വളകളും ഭയങ്കര ഫേമസ് ആട്ടോ. എന്താ പറയാ, ബാംഗിൾസ് ഇല്ലേ, അതും ഭയങ്കര ഫേമസ് അവിടെ. ഇത് നമ്മൾ ഇങ്ങനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവരിന്റെ റേറ്റ് വയ്ക്കുമ്പോ കൂട്ടി പറയാം, അതാണ് പ്രശ്നം. 2 പീസ് 200, 2 പീസിന് 200 രൂപ, ഒരെണ്ണത്തിന് അപ്പൊ 100 രൂപ വാങ്ങിക്കണോ? നമ്മുടെ ഷോപ്പിംഗ് മൊത്തം ബഡ്ജറ്റ് 1000 രൂപ. അത് ഇടയ്ക്ക് മനസ്സിൽ പറയണേ. ഡോറിന്റെ ലോക്കിലൊക്കെ പിടിക്കുന്ന സ്ക്രൂ ചെയ്യുന്നില്ല, അതാന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല കേട്ടാ. സിൽക്കില് ബാന്തിനി പ്രിന്റ് വരുന്ന സാരീസ് ആട്ടത് നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2500 റേറ്റ് പറയണേ. എനിക്ക് ബാന്തിനി പ്രിന്റ്സ് ഭയങ്കര ഇഷ്ടം. അപ്പൊ സിൽക്കും കൂടി ആകുമ്പോൾ നല്ല ഇങ്ങനെ ഒഴുകി കിടന്നോളും. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം എങ്ങനെയാണ് സാരിയുടെ കളേഴ്സ്, അടിപൊളിയാണോ നോക്കി വെക്കാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് പിക്ക് ചെയ്യാം. 1000 രൂപയല്ലേ നമുക്ക് ബഡ്ജറ്റ് ഉള്ളൂ അല്ലേ? നീ അത് ഇടയ്ക്ക് പറയണ്ടല്ലോ. ബാന്തിനി പ്രിന്റ് കളേഴ്സ് അറിയില്ല, മലയാളം അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല. ഇങ്ങനെ ഇന്ത്യൻ ഇല്ലേ, ഭയങ്കര ഒരു ഇന്ത്യനി ഫീല് കിട്ടുന്ന സാധനങ്ങളാട്ടോ. അതായത് ഈ പ്രിന്റ്സ് ഒക്കെ ശരിക്കും ഈ പോമും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു ഇന്ത്യൻ ഫീല് തരണ സാധന. പക്ഷെ എനിക്ക് മെറ്റീരിയൽ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒരു ചൂടെടുക്കണ ഒരു ചാക്ക് വൈബ് ഉണ്ട്. പക്ഷെ പ്രിന്റ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ മെറ്റീരിയലേ കുറച്ചും കൂടി ഇങ്ങനെ കിടക്കും ശരീരത്തില്. കണ്ട ഭയങ്കര ഫോൾ ഉണ്ട് ഇതിന്. ഫോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ വീണ് കിടക്കും. ഇത് പിന്നെ ഒറിജിനൽ മിറർ ആട്ടോ, ഒറിജിനൽ മിററേ ഗൈസ്. ഇവിടെ നല്ല സൽവാറിന് പറ്റിയ ഷോളുകൾ ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ഇതിലെ ഏതെങ്കിലും ഒരു പ്രിന്റിന്റെ കളർ വെച്ചിട്ട് പ്ലെയിൻ ടോപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഇടാൻ പറ്റും. ഈവൻ ബ്ലാക്ക് ടോപ്പ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ കൂടെ ഇടാൻ പറ്റും. പക്ഷെ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് പ്രിന്റ്സിലൊക്കെ ഏത് കളറാണ് എനിക്ക് ചേരുന്നത്, അങ്ങനെയൊക്കെ. റേറ്റ് വരുന്നത് 720 ആട്ടോ ഒരെണ്ണത്തിന്. എനിക്കിപ്പോ ഒരേ ഒരു ഡൗട്ടുള്ളൂ, ഇത് വേണത്. അത് ഓൾമോസ്റ്റ് ഇതിന്റെ പ്രിന്റ്സും ഓൾമോസ്റ്റ് എന്നല്ല, കുറച്ചൊക്കെ സിമിലർ ആണ്. അപ്പൊ ഏത് എടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആണ് എനിക്ക്. ഇത് 1500 റേറ്റ് പറയണം, പക്ഷെ കൂടുതലല്ലേ. പക്ഷെ നല്ല കോട്ടൺ, അതായത് സോഫ്റ്റ് കോട്ടൺ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് കളർ, എന്താ പറയാ, കളർ പോകുന്നു, കളർ നെയ് വാഷ് കളർ നെയ് ഇങ്ങനെ നല്ല ഷേപ്പിൽ കിടന്നോളൂ. ഇനി എത്ര രൂപ? 2500. അത്ര കൂടുതലാ ഭയ്യ. മെറ്റീരിയല് ഗൈസ്, നമുക്കൊന്ന് മെറ്റീരിയൽ നോക്കാം. അത് കുറച്ചും കൂടി കമ്മിയായിരിക്കും വില എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അണ്ടർഗ്രൗണ്ട് ഒക്കെ ഇത് വേറെ ഒരു ലോകം തന്നെ കേട്ടാ. അത് അങ്ങനത്തെ ബാഗ്സ് ഇവിടെ ഭയങ്കര ഫേമസ് ആ. അതിന്റെ ഉള്ളിൽ 3 ബാഗ് വേറെ ഉണ്ടാവും, മേക്കപ്പ് പൗച്ച് പോലെ. അതായത് ഇത് ഭയങ്കര ഒരു ലോകം തന്നെ. താഴത്തേക്ക് ഭൂലോകം, എന്താണ് പരലോകത്തിൽ അല്ല, പരലോകം അണ്ടർഗ്രൗണ്ടിലേക്ക് സ്വാഗതം. അതിനെന്താ അധോലോകം അല്ല, മറ്റേ മാവേലിനെ കുറിച്ചിട്ട് എവിടേക്കാ? പാതാളത്തിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മുടെ ജെൻസിന്റെ ഷർട്ടുകളിൽ ഇപ്പൊ ഈ ചേട്ടനൊക്കെ ഇട്ടണ പോലത്തെ ഷർട്ട്, ഇതും
ये क्या है? जागोर अच्छा है. ഇത് ജയ്പൂർ പ്രിന്റ് ജയ്പൂർ പ്രിന്റ്. ഇത് വെജിറ്റബിൾ പ്രിന്റ് ഓൾസോ. ഇത് വെജിറ്റബിളിന്റെ ഇത് വെച്ചിട്ട് പ്രിന്റ് ചെയ്യുന്നതാ. നന്നായിട്ടില്ലേ? നന്നായിട്ട്. 450 രൂപയാടാ. നൈസ് അല്ലേ? ജയ്പൂരിൽ വന്നിട്ട് ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ആദ്യം ഇങ്ങനത്തെ ഷർട്ട് എടുത്തിട്ട് കുറച്ച് റീലൊക്കെ എടുക്കാം. അതെ, നല്ലല്ലേ? നല്ല. ഇവിടെ പുലിയുണ്ട്. ഇത് ഓണത്തിന് മതി. ഇത് പുലിമുരുകൻ. ഓണത്തിനും സ്റ്റൈൽ ചെയ്യാൻ പറ്റൂത്. ഇതൊക്കെ എടുത്തു കഴിഞ്ഞാലേ ഓണത്തിനും മുണ്ടിന്റെ കൂടെ ഭയങ്കര വൈബായിരിക്കും. ഇതെനിക്ക് തോന്നുന്നു മുന്നൂന് ഓണത്തിന് നമുക്ക് ഗിഫ്റ്റ് ചെയ്താലോ? ചേരൂല അവന്. ഗൈസ്, നെക്സ്റ്റ് നമുക്ക് ഡിബിന് ഓണത്തിന് തപ്പാം. ഡിബിന് ഞാൻ ആനയുടെ എടുത്തു. ഇത് 650 ആട്ടോ റേറ്റ് തന്നെ. നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഇടാനായിട്ട്. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇങ്ങനെ എനിക്കിതിന്റെ ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് തൊട്ട് നോക്കുമ്പോഴാണ്. അതായത് നല്ല ഇങ്ങനെ നല്ല സുഖമുള്ള മെറ്റീരിയലാ. പിന്നെ ഈ പ്രിന്റ്സ് ഇല്ലേ, ഇന്ത്യൻ പ്രിന്റ് എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ. അപ്പൊ നമുക്കൊന്ന് നോക്കി നോക്കാം. ആക്ച്വലി നിനക്ക് നല്ലൊരു സെയിൽസ് ഗേൾ ആയിട്ടുള്ള ഭാവിയുണ്ട്. നിന്റെ ഈ വർത്താനം കേട്ട് ആരായാലും സാധനം വാങ്ങും. ഞാൻ ചിലപ്പോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഗൈസ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ പ്ലീസ് കമന്റ് ബിലോ. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ആലോചിക്കാം. നമ്മുടെ 1000 രൂപയുടെ ചലഞ്ച് ഈ ആദ്യ ഷോപ്പിങ്ങോട് കൂടി തകരുമോ എന്നൊരു ഡൗട്ട് ഇപ്പൊ എനിക്ക് ഇല്ലാന്നില്ല ഗൈസ്. ചോട്ട ഹാത്തി ഷർട്ട് ആൻഡ് ചോട്ട ഗേൾ ബേബി ഡ്രസ്. നീ എന്താ ഉദ്ദേശിച്ചെന്ന് പറയും. മനസ്സിലായി, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായില്ല ഗൈസ്. ഒരു സാരി പുറത്ത് കണ്ടിട്ട് നമ്മൾ കേറിയതാ. ഷോളുമ്പോ തുടങ്ങിയിട്ട് കഫ്താൻ കഴിഞ്ഞപ്പോ ചോട്ട ഡ്രസ്സ് വരെ നോക്കിക്കൊണ്ടിരിക്കുക. ഇത് ഞാൻ നേതിന് നോക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതൂന് നോക്കണം. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ വാങ്ങിയ സാധനങ്ങളാണത്. മറ്റേ +2 എക്സാമിന്റെ റിസൾട്ടിന് പോലും ഞാൻ ഇത്ര ടെൻഷൻ അടിച്ച് വെയിറ്റ് ചെയ്തിട്ടുള്ള 1000 രൂപയ്ക്ക് വന്നത് 4000 കിടക്കും ഉറപ്പാ. ചലഞ്ച് ഫ്ലോപ്പായി. ആരോട്? എന്നോട്. 1000 രൂപയ്ക്ക് ചലഞ്ച് ഗൈസ്. അങ്ങനെ 5500 നമ്മൾ ഷോപ്പ് ചെയ്തു. എത്ര എക്സീഡായി? ആദ്യത്തെ ഷോപ്പിൽ 4500 എക്സീഡായി. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാവുന്നെന്ന് പറയുന്നത്, എനിക്ക് ആദ്യമേ മനസ്സിലായിരുന്നു 1000 രൂപയുടെ ചലഞ്ച് ആയിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ജയ്പൂരിൽ ഷോപ്പിംഗ് വ്ളോഗ് ചെയ്യരുത്. അതൊക്കെ അത് നിനക്ക് അറിയാത്തോണ്ടാണ്. ആരും അങ്ങനെ വിചാരിക്കില്ല ചലഞ്ചൊന്നും. ഗൈസ്, നമ്മളിപ്പോ ബാപ്പു ബസാറിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഷോപ്പും സംഭവങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണേ. കുറച്ച് ഷോപ്പ് നമ്പറും ഡീറ്റെയിൽസും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഷോപ്പുകളിലേക്ക് ആദ്യം പോകുന്നത് നമ്മൾ ഷോപ്പ് നമ്പർ 84ലാണ് എത്തിയേക്കണേ. അതാ ചേട്ടൻ ഭയങ്കര റെഫറൻസ് കണ്ടുപിടിച്ചിട്ടൊക്കെ നോക്കി വെച്ചാൽ അത് ഭയങ്കര ഒരു ഹോംവർക്ക് ആയിപ്പോയി. അതുകൊണ്ട് നമുക്ക് അധികം അലയേണ്ടി വന്നില്ല. അപ്പൊ നമുക്ക് ബെഡ്ഷീറ്റ്സ് നോക്കാം. നമുക്ക് 3, 4, 5 ബെഡ്ഷീറ്റ്സാ വേണ്ടേ. എനിക്ക് ഇങ്ങനത്തെ പ്രിന്റ്സാ വേണ്ടേ. അത് മുകളിലാ ഊപ്പറിലാ. അപ്പൊ അത് നോക്കാം. ഇത് ഗൈസ്, ഇവിടുത്തെ ഷോപ്സ് ഒക്കെ കാണുമ്പോൾ ഉള്ളിൽ ഭയങ്കര ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഉണ്ടല്ലോ, മുകളിലേക്കും താഴേക്കും ഒക്കെ ആയിട്ട്, ഇവിടെ താഴെയുണ്ട്, മുകളിലേക്കും താഴേക്കും ആയിട്ട് ഒരു വിശാലമായ ഒരു ഷോറൂമാണ്. അപ്പൊ മുകളിലേക്ക് പോവാം. ദൈവമേ, സൂക്ഷിച്ചും കണ്ടും കയറണേ ഗൈസ്. അങ്ങനെ നമുക്ക് ബെഡ്ഷീറ്റ്സ് നോക്കാം. ഞങ്ങൾക്ക് ചില പ്രിന്റ്സിൽ ഈ ആനയുടെ വൈറ്റിൽ തന്നെ ആനയുടെ പിന്നെ ഒരു ലീഫിന്റെ ഒക്കെ അങ്ങനത്തെ ടൈപ്പ് പ്രിന്റ്സ് ആണ് ഞാൻ നോക്കണേ. വൈറ്റില് സബ്കാ ക്വാളിറ്റി അച്ഛാ ഹെ ഭയ്യ. കിത്ന ഹെ ഭയ്യ? 2100. 2100 കൂടുതലാണോ? ഇത് കൊള്ളാം. ഇങ്ങനത്തെ ഒക്കെ പ്രിന്റാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മനസ്സിലായ? പ്രിന്റും നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്, ക്വാളിറ്റിയും ഭയങ്കര. അത് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഒന്ന് തൊട്ടൊക്കെ വെച്ചിട്ട് അല്ലേ? നല്ല കോട്ടണാ. ബ്ലോക്ക് പ്രിന്റ് ആണ്. അതൊക്കെ ഇവിടുത്തെ ഭയങ്കര മെയിൻ സംഭവങ്ങളാണ്. സോ നമുക്ക് ഇനി പ്രിന്റ്സ് നോക്കാം. ഇതുപോലെ അധികം പ്രിന്റ് വരണത് എനിക്ക് ഇഷ്ടമില്ല. കുറച്ച് പ്രിന്റേ വരാൻ പാടുള്ളൂ. അതിൽ കൂടുതലും വൈറ്റില് കുറച്ച് പ്രിന്റ്സ്. ഇത് പക്ഷെ നിറച്ച് പ്രിന്റ്സ് ഉണ്ടാവും ഗൈസ്. അങ്ങനെ നമ്മൾ 3 ബെഡ്ഷീറ്റ് സെറ്റ് ആയിട്ടുണ്ട്. 1, 2, 3 3 ടൈപ്പ് പ്രിന്റ്സ് എടുത്തേക്കണേ. ബാക്കി നമുക്ക് താഴെ പോയിട്ട് നോക്കാം. ഒരു 2 കൂടി എടുക്കണം ഗൈസ്. അങ്ങനെ നമ്മൾ 7200 രൂപയ്ക്ക് ഇവിടുന്ന് ബെഡ്ഷീറ്റ് വാങ്ങിച്ചു. ടോട്ടൽ എനിക്ക് തോന്നുന്നു 12,000 സംതിങ് ആയിട്ടുണ്ടാവില്ലേ? അല്ല, 12,700. അതായത് 1000 രൂപയെന്ന് യാതൊരു ബന്ധമില്ലാത്തൊരു 10 ഇരട്ടിക്ക് മുകളിൽ 12 ഇരട്ടി അങ്ങോട്ട് പോവല്ലേ. ഏതൊരു ഡ്രസ്സ് കിട്ടിയിട്ടില്ല, അതും കൂടെ കിട്ടിയ സെറ്റ് ഗൈസ്. അങ്ങനെ നമ്മൾ ജോഹ്രി ബസാറിലെത്തി. ഇവിടെ കുറെ ഇയറിംഗ്സിന്റെ ആണ് സ്പെഷ്യലൈസേഷൻ എന്നാ ഞാൻ കേട്ടെ. മറ്റേ ഇത് MBBS എടുത്ത് പഠിച്ച പോലെയാണ് പറയണത്. അപ്പൊ ഇവിടെ കുറെ ഇങ്ങനെ ജൂത്തീസിന്റെയും കുറെ ഇയറിംഗ്സിന്റെ ഒക്കെ ഞാൻ കണ്ടു. അപ്പൊ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം എങ്ങനെയുണ്ട് കളക്ഷൻ എന്നൊക്കെ. പറ്റിയ വാങ്ങിക്കാം. വിലപേശാൻ റെഡിയാണോ? നല്ല സുന്ദരടാ. ഇവിടെ വന്നിട്ട് ജൂത്തീസ് വാങ്ങിച്ചിട്ട് പോയില്ലെങ്കിൽ അതൊരു മോശമല്ലേ. ജസ്റ്റ് ഒരു ജൂത്തീസും പിന്നെ ഒരു കമ്മലും വാങ്ങിയിട്ട് നമ്മൾ പോകുന്നതാണ്. സോ ജൂത്തീസിന്റെ കുറെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല രസമുള്ളതാ. ഐ വാണ്ട് ഹീൽ വൺ. ഇതെങ്ങനെയുണ്ട്? എന്റെ കാലം ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഞാൻ പറഞ്ഞല്ലേ ചിലങ്കുള്ള ടൈപ്പ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടമായി. ഇതാണ് എടുക്കാൻ പോണത്. മെയ്ഡ് ഇൻ ഇന്ത്യ. പിന്നെ ഇത് പാരീസിൽ ഉണ്ടാക്കില്ലല്ലോ അല്ലേ? ഇത് 650, ഇത് 750. 750 है. फर्स्ट कस्टमर हो आप गुड लक करूंगा 600.
ഗൈസ് കമ്മലൊന്നും എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. ഒരു അമ്മിച്ചി അവിടെ നിന്ന് മാറണേ ഉണ്ടായിരുന്നില്ല. എന്തായാലും നമ്മൾ ഇറങ്ങി അവിടെ നിന്ന്. ഇനി ഏതൊരു ഒരു ഡ്രസ്സും കൂടി എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഷോപ്പിംഗ് കഴിയും. ബേബി ഡ്രസ്, ബേബി ഗേൾ ഡ്രസ്, ബേബി ഗേൾ ഡ്രസ് 2 years. എന്ത് തോന്നുന്നു, നീ വിചാരിച്ച പോലത്തെ കിട്ടാൻ സാധ്യതയുണ്ടോ? അറിയില്ല, പുറത്ത് തൂക്കിയിട്ട് കുറെയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലത്തെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ആക്കാം. ये बहुत बड़ा हो जाएगा भैया. ഇത് കുഴപ്പമില്ലടാ. ഇത് ഓക്കെ. ഇത് നൈസ് അല്ലേ? ഇത് nice. ഇതൊരു ജയ്പൂരി സ്റ്റൈലുണ്ട്. നൈസ്. ഗൈസ് അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഏതിനുള്ള ഡ്രസ്സ് എടുത്തു, നല്ല അടിപൊളി ഷരാറ സെറ്റാ എടുത്തേ. ഞാൻ ഭയങ്കര ഹാപ്പി. അങ്ങനെ ബേർത്ത് ദ വെയിറ്റ് എന്ന് പറയില്ല, എനിക്ക് അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായില്ല ഒരു സ്ഥലത്തും കയറിയിട്ട്. എന്തായാലും 700 രൂപയാണ് അതിനായത്. അപ്പൊ ടോട്ടൽ ഇപ്പൊ 14,000, അതായത് ഫാർ അവേ ഫ്രം 1,000 rupees. അതായത് നമ്മൾ വിചാരിച്ച ബഡ്ജറ്റിന്റെ 14 ഇരട്ടി. നമ്മളല്ല ചിലപ്പോ മനസ്സിലാവും. ഇത് കുറെ നേരം നീ പറയാൻ തുടങ്ങിയിട്ട്. അതെ, എനിക്കിപ്പോ പറയാൻ പറ്റുള്ളൂ. ജയ്പൂർ ഷോപ്പിംഗ് ഇവിടെ അവസാനിപ്പിക്കാം. യെസ് ഗൈസ്, അങ്ങനെ ജയ്പൂർ ഷോപ്പിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 1000 രൂപയുടെ ഷോപ്പിംഗ് ചലഞ്ച് അതിഗംഭീരമായി ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു. ഞാൻ സക്സസ് ആയിരിക്കുന്നു. ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞ നീ 1000 രൂപ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു മൂളലെങ്കിലും പറഞ്ഞ ഇല്ല. എനിക്കറിയായിരുന്നു ഒരു നാരങ്ങ വെള്ളം ഒരു 10 പ്രാവശ്യം കുടിക്കുമ്പോൾ തന്നെ തീരുന്നു. അപ്പൊ ഈ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജയ്പൂർ വന്നു കഴിഞ്ഞാൽ 1000 രൂപയ്ക്ക് ഷോപ്പ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടി നമ്മുടെ ഈ ചലഞ്ച് നിങ്ങൾ കാണുമെന്ന് വിശ്വസിക്കുന്നു. ഭയങ്കര തിരക്കുള്ള സ്ട്രീറ്റ് ആണ്. ഷോപ്പിംഗിന് വേണ്ടി ഇപ്പോഴും ആൾക്കാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വ്ലോഗ് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. എല്ലാവരും നോക്കണ്ട, ഇവന്മാരെന്താണ് ഈ ക്യാമറ നോക്കി ചളവളാന്ന് പറയണത്. നമ്മുടെ മലയാളം കുറച്ച് ളായും ഷായും ഒക്കെ കൂടുതലുള്ളതുകൊണ്ട് ഒരു വർത്താനമായിരിക്കുമല്ലോ. അപ്പൊ എല്ലാവരും എന്തിരി പറയണേ ആ ഒരു മൂഡിലാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതൊരിക്കലും അവർക്ക് എല്ലാവരും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ബൈ ഗൈസ്.